ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് മതി കേട്ടോ. എന്നിട്ട് മുരിങ്ങയ്ക്കയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി ചോറിനാൻ. ശരിക്കും ഒരു നാടൻ റെസിപ്പിയാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നുമില്ലാതെ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു കറിയുടെ കൂടെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം ടൈപ്പ് 2 പൊട്ടറ്റോ, കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ, ഒരുപാട് ചെറിയ പീസാക്കണ്ട. അതും ഒരു 8-10 ചെറിയ ഉള്ളി, കനം കുറച്ചൊരു 2-3 ആയിട്ടൊക്കെ അരിയാം കേട്ടോ, ഒരു ഉള്ളി. അങ്ങനെ അരിഞ്ഞതും കൂടി കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. നമ്മളിതിലേക്ക് അധികമായിട്ട് മുളക് പൊടി ചേർക്കില്ല. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഒരാവശ്യത്തിന് 2 ഇടുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ എണ്ണയിൽ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. ചെറിയുള്ളിക്ക് പകരം സവോള ചേർക്കാം, പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും ചെറിയുള്ളി തന്നെ ചേർക്കുക. കണ്ട, നമ്മുടെ പണ്ട് കാലത്തുള്ളവരൊക്കെ ചെയ്യുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളി, മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 ചേർക്കാം. പുളിയങ്ങ് ഒരുപാടാവരുത്, നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കുക. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു 1.5 മുറിയൊക്കെ, ചെറുതാണെങ്കിൽ 1.5 ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പൊട്ടറ്റോവും അതുപോലെ തന്നെ ചെറിയുള്ളി ഒന്ന് വാടി തുടങ്ങുന്ന സ്റ്റേജിൽ വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു മിനിറ്റ് ആ തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം. മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. വെന്തങ്ങ് ഉടയരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവ്. ഉടഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഒരു 75-80% പുറത്ത് വെന്ത് കഴിയുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് 1-2 ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നീളത്തിലുള്ള പീസായിട്ട് തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചീകിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ മുരിങ്ങയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആവട്ടെ. മുരിങ്ങയും അതുപോലെ ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടെ ഒന്നായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ലെവൽ ചെയ്ത് ചേർക്കുക, ഒരുപാട് വേണ്ട കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ഒരുപാട് ചേർത്താൽ കറിയുടെ ആ ഒരു കളർ മാറിപ്പോകും. ഒരു യെല്ലോയിഷ് കളർ പോലെയാണ് നമ്മുടെ ഈ കറി കേട്ടോ. എന്നിട്ട് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ച് പൊടിയുണ്ടെങ്കിൽ 1-2 നുള്ള അത് ചേർത്ത് കൊടുത്താൽ മതി, കറി നന്നായിട്ട് തിളയ്ക്കുന്ന ടൈമിൽ. അതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മതി കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ എന്താ, നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് അങ്ങ് തിക്കാക്കി വെക്കരുത്, ഒരുപാട് ലൂസായിട്ട് ഇരിക്കരുത് കേട്ടോ. ഓവറായിട്ട് തിക്കായി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ അതൊന്നുകൂടി കുറുകി പോവും. അതുപോലെ ഒത്തിരി അങ്ങ് ലൂസായി കഴിഞ്ഞാലും കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം പരുവം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈ കറി നമ്മൾ ഈ അരപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച സമയത്ത് ഉലുവാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള്, 1-2 നുള്ള്, 2 നുള്ള് ചേർത്തോളൂ. 2 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ ചേർത്ത് അരയ്ക്കണം എന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് നമ്മുടെ ആ തേങ്ങയുടെ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാലും അങ്ങനെ പിരിയുന്ന പോലെ ആയിപ്പോവും. അറിയാമല്ലോ നമ്മൾ തേങ്ങ ചേർത്തുള്ള കറികളൊക്കെ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ അതുവരെ നമുക്ക് തിളപ്പിച്ചാൽ മതി. ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയിലൊക്കെ തന്നെ ചെയ്യുക കേട്ടോ. അത്യാവശ്യം പഴുത്ത തേങ്ങയിൽ, ഒരുപാട് ഉണക്ക തേങ്ങയല്ല, എന്നാലും അത്യാവശ്യം പഴുപ്പുള്ള തേങ്ങയിൽ ചെയ്യുക. നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം വെന്തതാണല്ലോ, അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 1-2 വറ്റൽമുളക് കട്ട് ചെയ്ത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയുള്ളിയാണ്. കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എത്രത്തോളം ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ നമ്മുടെ ഈ ഉള്ളി മൂപ്പിച്ചതാണ്. ഈ ഉള്ളി മൂപ്പിച്ചത് ചേർക്കുമ്പോഴാണ് കറിക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അമ്മമ്മയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞിലെ മുതലേ കഴിക്കുന്ന ഒരു കറിയാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. വേറെ ഒരു കറിയും ഇതിൻ്റെ കൂടെ വേണമെന്നില്ല. നല്ല ചൂട് ചോറും ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിന്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടമൊക്കെ ആവാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മൂക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു പൊട്ട് മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ആ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരിത്തിരി മുളക് പൊടി, നമ്മൾ മോര് കാച്ചിയതിനൊക്കെ നല്ലതാണ് കേട്ടോ. പുളിശ്ശേരിക്കൊക്കെ ഈ ഒരു ഇതിൽ നമ്മൾ വറുത്തിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പൊട്ട് മുളക് പൊടിയും കൂടെയൊക്കെ ഇടുമ്പോൾ അത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക കളറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കറിയുടെ കൂട്ട് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വറുത്തതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം വേണമെങ്കിൽ കുറച്ച് പച്ചക്കറിവേപ്പില കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീഡിയോസ് കാണാൻ മറക്കരുത്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടുന്നില്ലേന്ന്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാത്തതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ വരും നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.